പിന്നെ ചുരുട്ടി കൂട്ടണേ അഹങ്കാരിയെ. എന്റെ മോക്കാവില്ലാത്തതിന്റെ കുഴപ്പം. കഥയുണ്ടാക്കുക. കണ്ടവരെയൊന്നും കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നും ഇരിക്കില്ല. കണ്ടവരെയൊന്നും കല്യാണം കഴിക്കാൻ ഇരിക്കുകയല്ല. കണ്ടവരെയൊന്നും കല്യാണം കഴിക്കുന്നില്ല. മുക്കുംപൂജാറിനെയാ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിക്കുന്നത്. മുകേഷ് കുമാറിനെ കണ്ടവരെയൊന്നും കല്യാണം കഴിക്കാൻ ഇരിക്കുകയല്ല. അങ്ങനെ കഥകളൊന്നും ആക്കുന്ന ആരെയെങ്കിലും ഒന്നും കല്യാണം ഒന്നും കഴിക്കുന്നില്ല. ആരെയെങ്കിലും കേട്ടോ, ആരെയെങ്കിലും കല്യാണം കഴിക്കാൻ ഇരിക്കുകയല്ല. അങ്ങനെ ആളുണ്ട്. കണ്ടവരെയൊന്നും കല്യാണം കഴിക്കാൻ ഇരിക്കുന്നില്ല. രാജസ്ഥാനി മുക്കുംപൂജ മുകേഷ് കുമാറിനെയാണ് കെട്ടാനിരിക്കുന്നത്. അല്ലാതെ വേറെ ആരെയും കെട്ടുന്നെങ്കിൽ ആരാ തടയുന്നത് എനിക്കൊന്ന് കാണണം. ആര് തടയുമെന്ന് എനിക്കൊന്ന് കാണണം. അത് ആർക്കാ തടയേണ്ടത്? കഥകളൊക്കെ ഒത്തിരി ഉണ്ടാക്കാൻ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന നല്ലപോലെ അറിയാം. കഥയൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. കഥയൊക്കെ ഒത്തിരി കഥകളൊക്കെ നല്ലപോലെ ഉണ്ടാക്കി കൂട്ടടിക്കുന്നുണ്ടെന്ന് അറിയാം. ആ കൂട്ടടിയൊന്നും ഇങ്ങനെ വേണ്ട. പെണ്ണുങ്ങളെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുള്ള കഥകളൊന്നും വേണ്ട. കരണ്ടെല്ലാം കളഞ്ഞേച്ച് കുറെ കഥകൾ ഉണ്ടാക്കരുത്. കരണ്ട് കളഞ്ഞേച്ച് കഥകളുണ്ടാക്കുക. കരണ്ട് കളഞ്ഞേച്ച് കഥ ഇവിടെ വേണ്ട. കരണ്ട് കളഞ്ഞേച്ചുള്ള കഥകളൊന്നും. 1000 വട്ടം കരണ്ട് പോകുന്നു. നാട്ടുകാരെ നിങ്ങളുടെ വീട്ടിൽ 1000 വട്ടം കരണ്ട് പോവോ? ഇത് ഓരോരുത്തരുടെ കാര്യമല്ല പറയുന്നത്. എനിക്കറിയാം ഈ കേരളമുയൽ അങ്ങനെയാണോന്ന്. ഈ കേരളമുയൽ അങ്ങനെ 1000 വട്ടം എഴുതിത്തരാം. പലർക്കും ചോദിച്ചിട്ടില്ല. അങ്ങനെയല്ലെന്ന് പറഞ്ഞു. ഓലരത്തി മാത്രം. ഞാനും മാവേലിന്റെ കോടതിയിൽ പോയി പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. 2002 പോയി ഇരുന്നിട്ടുണ്ട്. 2002, 2001, 2002 അതൊന്നും ഒരു കാര്യത്തിലും പോയില്ല. അന്ന് പോയില്ല അന്നത്തെ കാലത്ത്. ഇതിപ്പോ ഇപ്പോഴാണിപ്പോ കരണ്ട് പോക്ക്. പുതിയ ടെക്നോളജിയാ. എല്ലാവരും ഇവന്മാർക്കെല്ലാം ഇലക്ട്രിസിറ്റി പോലെ എല്ലാ ആൾക്കാരാണ് ഇവന്മാർക്ക്. നമ്മൾ ചോദിക്കുന്ന ഇങ്ങനത്തെ ആൻസറുകൾ പറയാൻ എല്ലാവരെയും പിടിച്ചു വെച്ചിരിക്കുക. ഇങ്ങനെ എല്ലാ അവന്മാരെയും പിടിച്ചങ്ങ് വെച്ചിരിക്കുക. കളിക്കുന്ന പുലികത്തോട്ട് നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. മയക്കുന്നതും ആദരമയക്കും എല്ലാം ഉണ്ട്. ബിജുപിയുടെ കയ്യിലെല്ലാം ഉണ്ട്. ജ്യൂസി കലക്കി കൊടുക്കുന്നത് ഒത്തിരി പ്രാവശ്യം നമ്മളെ നോക്കിയതാ മയക്കാന്. ഒരുമാർക്ക് എല്ലാം ഉണ്ട്. മയക്കുന്ന സാധനവും പിന്നെ വെള്ളത്തിൽ കിടക്കുന്ന പല പല രോഗങ്ങൾ ഉണ്ടാക്കുന്നതോ പിന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന പരിപാടികളെല്ലാം ഇവന്മാരുടെ കയ്യിലുണ്ട്. പിന്നെ മുടി കളയുന്നത്, മുടി കൊഴിക്കുന്നത്, മുഖത്തോട്ട് ലേസടിച്ച് പിക്പെൻഡേറ്റ് പലതാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. എന്താ മനുഷ്യർക്ക് ജീവിക്കണ്ട? കുറെ ക്രിമിനലുകൾ കാരണം നമുക്ക് ജീവിക്കണ്ട. ഇങ്ങനെ ദേഹത്തോട്ട് ഇങ്ങനെ അടിക്കുക. ദേഹത്തോട്ട് ചൂടിങ്ങനെ എന്തുവാ നല്ല ഒന്നാമതും അടുത്ത കേരളത്തിലെ കാലാവസ്ഥ. ഇങ്ങനെ കൊള്ളിക്കുക നമ്മുടെ ദേഹമല്ല. ദേഹമെല്ലാം അടിക്കുക നമ്മുടെ ദേഹത്തോട്ട്. നമ്മളെ റെഡിയാക്കുമെന്നായി. ഇപ്പൊ നേരാന്ന് പറഞ്ഞാൽ ഫോണും പിടിച്ചിരിക്കുക. ഇങ്ങനെ ഫോണും പിടിച്ച് ഇവിടെ അടിച്ചിരിപ്പുണ്ട്. ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുക പോലെ അമ്മമാര്. കഥ നടത്തി തരാം. ഇതിന്റെ കഥ ഞാൻ നടത്തിക്കാം. കഥ നടത്തിക്കാം നല്ലപോലെ. നല്ല ശരിക്ക് കഥ നടത്തിക്കാം. കഥ ഉണ്ടാക്കിക്കാൻ ഞാൻ ശരിക്ക് കഥകൾ. എന്നെ ജനിപ്പിച്ചത് വേണ്ടത് എന്നെ കൊന്നേറ്റെല്ലാം എടുക്കാതിരിച്ചോണ്ടാണ്. എന്നെയാണ് ജനിപ്പിച്ചത് തന്നെ. ഇങ്ങനെ ഒരാളെ ജനിപ്പിച്ച് കോഴിയൊക്കെ ഒരാളെ കൊന്നേറ്റം കൊണ്ടാക്കാം. വേറെ ഉള്ളവർ മഹാറാണിയായിട്ട് ഇവിടെ ജീവിക്കാൻ എന്നെ കൊന്നേറ്റിരുന്ന കാശുകൊണ്ട്. അമ്മ ഇത് രാവിലെ ഇത്രയും നേരം പോയോ? ഇത്രയും നേരം അമ്മ ക്യാമറ ഓഫ് ചെയ്തല്ലോ. ഇത്രയും നേരം ക്യാമറ ഓഫ് ചെയ്യുന്നത് കണ്ടില്ലല്ലോ നമ്മള്. ക്യാമറ ഓഫ് ആയിരുന്നല്ലോ. ഇത് ക്യാമറ ഓഫ് ആയിരുന്നല്ലോ. ക്യാമറ ഓഫ് ചെയ്തിട്ട പരിപാടികളൊക്കെ നടത്തിയത്. ഇപ്പം കണ്ടില്ല. ക്യാമറ ഓഫ് ചെയ്ത് ഇപ്പോഴാണ് കാണുന്നത്. ക്യാമറ എല്ലാം ഓഫ് ചെയ്തേ. പല പല വേലകളാ. ഇന്നും ക്യാമറ ഓഫ് ചെയ്തേക്കുള്ള വേലകളാ. ഏത് തമ്പേക്കാരുടെ മുന്നാ കൂക്കേടെന്ന് മനസ്സിലാവുന്നില്ല. തമ്പയില്ലാത്തവന് ഏത് തമ്പയില്ലാത്തവനാ കൂക്കേടെന്ന്.
എന്തുവാ അന്ന് പന്തളത്താ. അവർക്ക് ഇവിടെ വലിയ സപ്പോർട്ടുകളായിരുന്നു. മെമ്പർമാരായിരുന്നു അവർക്ക് വരുന്നത് ആ കണ്ണിക്ക് വേണ്ടി. അങ്ങനെ ഒത്തിരി നമുക്കില്ലാത്ത സപ്പോർട്ടാവട്ടെ, നമുക്കില്ലാത്ത സപ്പോർട്ടാവട്ടെ. പിന്നെ ആരാണ് വന്നത്? മെമ്പർ വന്ന ലീലാമ മെമ്പർ എന്താണ് വന്നത്? പണ്ടിയോ പന്ത്രണ്ട് പറയുന്നത് ആരാ ലീലാമ? നമ്മുടെ